പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ ബാക്ക്ലാഷ് 2026 എന്ന് പറയുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ റിവ്യൂ ആണ്. ബാക്ക്ലാഷ് 2026 ആരംഭം കുറിക്കുന്നത് സെത്ത് റോളിൻസ് വേഴ്സസ് ബ്രോൺ ബ്രേക്കർ തമ്മിലുള്ള മത്സരത്തോട് കൂടിയിട്ടാണ്. ബാക്ക്ലാഷ് 2026 ഏറ്റവും കിടിലൻ മാച്ചും ഈ ഒരു ഓപ്പണിംഗ് മാച്ച് തന്നെയായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ബ്രോൺ ബ്രേക്കർ സെത്ത് റോളിൻസിനെ പിൻഫോളിലൂടെ പരാജയപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. പക്ഷേ മത്സരത്തിലെ രണ്ട് പേരുടെയും പെർഫോമൻസിൻ്റെ ലെവൽ പീക്ക് ലെവലായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. ദ വിഷൻ ടീമിലെ ഓസ്റ്റിൻ തിയറി, ലോഗൻ പോൾ തുടങ്ങിയവരുടെ ഇൻ്റർഫിയറൻസ് നമുക്കിവിടെ കാണാൻ സാധിച്ചു. പക്ഷേ അത് മുൻകൂട്ടി മനസ്സിലാക്കിയ സെത്ത് റോളിൻസ് സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് ഓസ്റ്റിൻ തിയറിയെയും ലോഗൻ പോളിനെയും ആക്രമിച്ചു. ഓസ്റ്റിൻ തിയറിയെ കെർബ് സ്റ്റോംപ് കൊടുത്തും ആക്രമിച്ചു. ഈ ഒരു അവസരം ബ്രോൺ ബ്രേക്കർ മുതലെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ കൊണ്ട് മത്സരം അവസാനിപ്പിക്കാൻ ബ്രോൺ ബ്രേക്കറിന് സാധിച്ചില്ല. ഇതിനെ തിരിച്ചടിച്ചുകൊണ്ട് ഒരു പെഡിഗ്രി എന്ന് പറയുന്ന മൂവ് അടിക്കാൻ സെത്ത് റോളിൻസിന് സാധിച്ചു. പക്ഷേ പിന്നീട് വന്ന തുടർച്ചയായിട്ടുള്ള രണ്ട് സ്പിയർ എന്ന് പറയുന്ന മൂവ് സെത്ത് റോളിൻസിനെ പരാജയത്തിലേക്ക് കീഴ്പ്പെടുത്തുകയായിരുന്നു. ഗംഭീരമായിട്ടുള്ള ഒരു മാച്ച് തന്നെയായിരുന്നു. ബ്രോൺ ബ്രേക്കറിന് അദ്ദേഹത്തിൻ്റെ കരിയറിൽ മെയിൻ റോസ്റ്ററിലേക്ക് എത്തിയതിന് ശേഷം ലഭിക്കുന്ന ഏറ്റവും മികച്ച മാച്ച് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന മത്സരങ്ങളിൽ ഒന്ന്. സെത്തിൻ്റെ ഭാഗത്തു നിന്ന് പതിയെ പോലെ കിടലിൽ പെർഫോമൻസ് കാണാൻ സാധിച്ചു. എന്തായാലും ദ വിഷൻ എന്ന് പറയുന്ന ഗ്രൂപ്പിനെതിരെ സെത്തിൻ്റെ സ്റ്റോറി ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നുള്ളതും ഉറപ്പായിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള ഒരു മത്സരത്തോട് കൂടിയിട്ടാണ് ബാക്ക്ലാഷ് 2026 ആരംഭം കുറിച്ചത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമതായി നടന്നിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യനായ ട്രിക് വില്യംസ് സാമി സെയിൻ എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. റെസൽമേനിയ 42 നടന്ന മത്സരത്തിൻ്റെ ഒരു റീമാച്ച് ആയിട്ടാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചത്. ഈ മത്സരത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു മത്സരമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അത്രയും മോശപ്പെട്ട ഒരു മത്സരവുമല്ല. മത്സരത്തിൽ പറഞ്ഞു പോയിട്ടുള്ള ഒരു സ്റ്റോറി ട്രിക് വില്യംസിൻ്റെ കൂടെ വന്ന സെലിബ്രിറ്റിയായ ലില്ലിൻ്റെ ഇടപെടലായിരുന്നു. ആദ്യം അദ്ദേഹം സാമി സെയിനെ പ്രകോപിപ്പിക്കുന്നുണ്ട്. സാമി സെയിൻ തിരിച്ചടിക്കുമെന്നുണ്ട്. എന്നാലും ട്രിക് വില്യംസ് സാമി സെയിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. ട്രിക് വില്യംസിന് ഒരു ഫേസ് ക്യാരക്ടറിന് കിട്ടുന്ന ഒരു സപ്പോർട്ടും സാമി സെയിനെ ഒരു ഹീലാക്കിയിട്ടുമാണ് മത്സരത്തിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമി ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ട് ഹീലായി മാറുന്നത് തന്നെയായിരിക്കും കാണാൻ സാധിക്കുക. ട്രിക് വില്യംസ് എന്ന് പറയുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻ ഫേസ് ക്യാരക്ടറിലേക്ക് മാറുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അത്തരത്തിലുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു അടിവരയിടുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പ്. ട്രിക് വില്യംസ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് കാണാൻ സാധിച്ചത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമതായി നമുക്ക് കാണാൻ സാധിച്ചത് ഈ ഒരു ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് ആരായിരിക്കും ഡൻ ഹാൻസിൻ്റെ ആ ഒരു മിസ്റ്ററി പാർട്ട്ണർ എന്നുള്ളതിനെ സംബന്ധിച്ചായിരുന്നു. നമുക്ക് വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു. പ്രതീക്ഷകൾ എന്ന് പറയുമ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും ഒരു യുവതാരമായിരിക്കും, പുഷ് കിട്ടി ഇങ്ങനെ വളർന്നു വരുന്ന ഏതെങ്കിലുമൊക്കെ ഒരു യുവതാരമായിരിക്കും ഡൻ ഹാൻസിൻ്റെ ഒരു പാർട്ട്ണർ എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമെന്നോണം ഈ റെസൽമേനിയ 42 ഡൻ ഹാൻസിൻ്റെ കൂടെ വന്ന മിനി ഹാൻസൻസിലെ ഒരു വ്യക്തിയായിരുന്നു ഡൻ ഹാൻസിൻ്റെ ടാഗ് ടീം പാർട്ട്ണറായിട്ട് വന്നത്. അപ്പോൾ ഇതെന്താണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടായി എന്നുണ്ടെങ്കിലും ആ റെസ്ലറുടെ ആ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ നമ്മുടെ കിളിയാകെ പറന്നു പോയി. ഹൈറ്റ് കുറവുള്ള ഒരു റെസ്ലറാണ്, പക്ഷേ കിടിലമായിട്ട് പെർഫോം ചെയ്തു. ഒരു ഹൈ ഫ്ലയർ റെസ്ലറൊക്കെ ചെയ്യുന്ന കുറേയധികം മൂവ്സ് ചെയ്തു. വളരെ എൻ്റർടൈനിങ്ങും വളരെ ഫണ്ണും നിറഞ്ഞൊരു മാച്ചായിരുന്നു. ഇതിൽ ഫയർ എക്സ്റ്റിങ്ഷർ ഉപയോഗിച്ചുകൊണ്ട് മിസ് ആ മിനി ഹോൺസൻസിനെ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു സമയത്ത് മൊമെൻറ്റ്സൊക്കെ വളരെ രസകരമായിരുന്നു. ഒരു റെസ്ലിംഗ് മാച്ച് എന്നുള്ളതിൽ ഉപരി കുറച്ച് കണ്ടിരിക്കാവുന്ന ഒരു മത്സരം എന്നുള്ള രീതിയിലേക്ക് എടുത്താൽ നല്ലൊരു ഫണ്ണായിട്ടുള്ള ഒരു സെഗ്മെൻ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മത്സരത്തിൽ ഡൻ ഹാൻസൺ, മിനി ഹാൻസൺ തുടങ്ങിയവരുടെ ടീമാണ് വിജയിച്ചത്. ഈ ഡൻ ഹാൻസൻ്റെ മിനി ഹാൻസനെ അടിച്ചടിച്ച് കിറ്റ് വിൽസൺ ആ ബോക്സിലേക്ക് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ആ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് കുറേയധികം മിനി ഹാൻസൺസ് കയറി വന്നുകൊണ്ട് കിറ്റ് വിൽസനെ ആക്രമിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും സോഷ്യൽ മീഡിയ വ്യൂവർഷിപ്പ് ഡൻ ഹാൻസൻ്റെ ഇത്തരത്തിലുള്ള മത്സരങ്ങൾക്കും സെഗ്മെൻറ്റുകൾക്കും മറ്റുള്ള മത്സരങ്ങളെ അപേക്ഷിച്ച് വലിയ രീതിയിൽ വർദ്ധിക്കാനുള്ളൊരു കാരണം ആയേക്കും. എന്തായാലും ഡൻ ഹാൻസൺ ഈ ഒറ്റ മാച്ച് കൊണ്ട് ആരാധകർക്കിടെ ഇനിയും പ്രിയപ്പെട്ടവനായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. R-Truthന് ശേഷം വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു കഥാപാത്രം കൂടി WWE റോസ്റ്ററിലേക്ക് വരുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. നാലാമത്തെ മാച്ചായി നമുക്ക് കാണാൻ സാധിച്ചത് ഇയോ സ്കൈ വേഴ്സസ് ആസ്ക തമ്മിലുള്ള മത്സരമായിരുന്നു. കുറേയധികം കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഫ്യൂഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മത്സരമായിരുന്നു. ഈ ഒരു മത്സരം ഇയോ സ്കൈ വിജയിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നല്ലൊരു ബാക്ക് ആൻഡ് ഫോർത്ത് മാച്ചായിരുന്നു. മാച്ചിൽ ഇയോ സ്കൈക്കും ആസ്കയ്ക്കും നല്ല നല്ല അവസരങ്ങൾ കിട്ടി. ആ ഒരു ഗ്രീൻ വെസ്റ്റ് ഉപയോഗിക്കുമ്പോൾ ഇയോ സ്കൈ ആ നോട്ട് ബുക്ക് ഉപയോഗിച്ച് തടയുന്ന ഭാഗങ്ങളൊക്കെ രസകരമായിട്ടുള്ള ഭാഗങ്ങളായിരുന്നു. ഈ മത്സരത്തിൽ ഇയോ സ്കൈ വിജയിച്ചതും ആസ്കൈ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൈ ഉയർത്തിപ്പിടിക്കുന്നതുമൊക്കെ കാണുമ്പോൾ ഇനി ഇവരുടെ ഫ്യൂഡ് മുന്നോട്ടേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. കൂടാതെ ആസ്കൈ ഇനി കുറച്ചു കാലം മാറി നിൽക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നുള്ള രീതിയിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഇയോ സ്കൈക്ക് ഈ ഒരു വിജയത്തിന് ശേഷം ഇനി എങ്ങോട്ട് താരത്തിൻ്റെ ഭാവി എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. മിക്കവാറും വുമൻസ് ഇൻ്റർ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ ബെക്കി ലഞ്ചിൻ്റെ ചാമ്പ്യൻഷിപ്പിന് പോകുന്ന രീതിയിലുള്ള ഇയോ സ്കൈയുടെ ഭാഗങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഒരു
ഏവറേജിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു മത്സരം ഏക വുമൻസ് മത്സരം ഈ ഒരു ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ സമ്മാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത്. നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അഞ്ചാമത്തെയും അവസാനത്തുമായി കാണാൻ സാധിച്ച മെയിൻ ഇവൻറ്റിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരം റോമൻ റീൻസ് എന്ന ചാമ്പ്യൻ ജേക്കബ് ഫാറ്റി എന്ന റെസ്ലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. രണ്ട് പക്ക പവർ ഹൗസ് റെസ്ലേഴ്സ് തമ്മിലുള്ള ഒരു ഫൈറ്റ്. അതുകൊണ്ട് തന്നെ ആ ഒരു മൊമെൻറ്റ്സിലൂടെയൊക്കെ തന്നെയാണ് മത്സരം മുന്നോട്ടേക്ക് പോയത്. സമോവൻ ഡ്രോപ്പും സൂപ്പർമാൻ പഞ്ചും സ്പിയറും അങ്ങനെ കുറേയധികം മൂവ്സ് ഉണ്ടായിരുന്നു. കൂടാതെ കമൻറ്റേഴ്സ് ടേബിളിലേക്ക് റോമൻ റീൻസിനെ ഒരു പവർ ബോംബ് ചെയ്തുകൊണ്ട് ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്ന ഒരു മൊമെൻറ്റ് കാണാൻ സാധിച്ചു. ഇതിനെ റോമൻ റീൻസ് സ്പിയർ ചെയ്തുകൊണ്ട് തിരിച്ചടിക്കുന്ന മൊമെൻറ്റ്സും കാണാൻ സാധിച്ചു. മത്സരത്തിൽ റോമൻ റീൻസ് ജേക്കബ് ഫാറ്റുവിനെ ഫിൻപോളിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അതിനുശേഷം റഫറിയെയും തുടർന്ന് റോമൻ റീൻസിനെയും ബ്രൂട്ടലായിട്ട് ജേക്കബ് ഫാറ്റു ആക്രമിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ആ സബ്മിഷൻ ഉപയോഗിച്ചുകൊണ്ട് റോമൻ റീൻസിനെ കൊല്ലുന്ന രീതിയിലുള്ള ഒരു ആക്രമണമാണ് ജേക്കബ് ഫാറ്റു പിന്നീട് അങ്ങോട്ട് കാഴ്ചവെച്ചത്. കുറേയധികം ഒഫീഷ്യൽസ് വന്നിട്ടും ജേക്കബ് ഫാറ്റുവിനെ ആദ്യം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒഫീഷ്യൽസിനെയും പ്രത്യേകിച്ച് ആദ്യം ബിയേഴ്സിനെയും ഒക്കെ എടുത്ത് റിങ്ങിലേക്ക് എറിയുന്ന ഒരു മൊമെൻറ്റും ജേക്കബ് ഫാറ്റുവിൻ്റെ ഭാഗത്ത് നിന്ന് കാണാൻ സാധിച്ചു. അപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുള്ള ജേക്കബ് ഫാറ്റു മത്സരത്തിൽ പരാജയപ്പെട്ടതിൻ്റെ ദേഷ്യം മത്സരം കഴിഞ്ഞ് ആ ഒരു ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്ത റോമൻ റീൻസിന് നേർക്ക് തീർക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ സംഭവ ബഹുലമായിട്ടുള്ളൊരു എൻഡിങ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അത്ര ഒരു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു എൻഡിങ് ആണെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ബ്ലഡ് ലൈൻ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ദ ഫസ്റ്റ് ഫാമിലി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഉള്ളിലെ സിവിൽ വാർ ഇനിയും മുന്നോട്ടേക്ക് പോകുമെന്നുള്ളത് വളരെ അടിവരയിട്ട് കൊണ്ട് പറഞ്ഞു തരുന്ന ഒരു ബാക്ക്ലാഷ് പ്രീമിയം ലൈവ് ഇവൻ്റാണ് കാണാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാഗങ്ങളാണ് നമുക്ക് മത്സരങ്ങളിലൂടെ കാണാൻ സാധിച്ചത്. ഇനി ഏക സെഗ്മെൻറ്റിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മെയിൻ ഇവൻറ്റിന് മുൻപാണ് റിട്ടയർ ചെയ്ത സൂപ്പർ താരം ജോൺസിന വന്നിട്ട് ആ ഒരു ഞെട്ടിക്കുന്ന ഒരു അനൗൺസ്മെൻറ്റ് വെളിപ്പെടുത്തിയത്. അപ്പോൾ ജോൺസിന വന്നിട്ട് പറഞ്ഞത് എന്താണെന്ന് പലർക്കും മനസ്സിലായിട്ടുണ്ടാകില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ജോൺസിന അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടൊന്നുമല്ല അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റ് മാച്ചും അതിൽ വന്ന യുവതാരങ്ങളെ സംബന്ധിച്ചുമൊക്കെ ആദ്യം സംസാരിക്കുന്നു. ഈ യുവതാരങ്ങളെ ഇനിയും പൊക്കിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്നുള്ളത് താൻ മനസ്സിലാക്കിയെന്നും അതുകൊണ്ട് തന്നെ ജോൺസിന ക്ലാസിക് എന്ന പേരിൽ തന്നൊരു ഇവൻറ്റും തന്നൊരു ചാമ്പ്യൻഷിപ്പും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ് എന്നുള്ളതും ജോൺസിന പറയുകയുണ്ടായി. അങ്ങനെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ആർക്ക് വേണമെങ്കിലും വിജയിക്കാം. പക്ഷേ ഈ ചാമ്പ്യൻഷിപ്പ് വിജയിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഈ ഫാൻസ് വോട്ട് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചാമ്പ്യനെ തിരഞ്ഞെടുക്കുക എന്നാണ്. അതായത് മത്സരങ്ങൾ നടക്കും, അതിൽ ആർക്ക് വേണമെങ്കിലും വിജയിക്കാം, പരാജയപ്പെടാം. പക്ഷേ പരാജയപ്പെടുന്ന റെസ്ലറിൻ്റെ കഴിവ് കണ്ട് ആ ഒരു പെർഫോമൻസ് ലെവൽ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വോട്ടെടുപ്പിലൂടെ നിങ്ങൾക്ക് ആ ഒരു റെസ്ലറിനെ ചാമ്പ്യനായിട്ട് കൊണ്ടുവരാം. അപ്പോൾ അദ്ദേഹത്തിന് ആ ചാമ്പ്യൻഷിപ്പ് ലഭിക്കും. അപ്പോൾ ഇത് മാത്രമാണ് ജോൺസിന അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇത് വർഷാവർഷം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു റെസ്ൽമേനിയ സമ്മർ സ്ലാം പോലത്തെയൊക്കെ ഒരു ഇവൻ്റ് ആയിരിക്കും എന്നുള്ളതും ജോൺസിന വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂർണമെൻറ്റ്, ഒരു ചാമ്പ്യൻഷിപ്പ് എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ പേരിൽ ജോൺസിന ക്ലാസിക് എന്ന ഒരു ഇവൻറ്റ് അനൗൺസ് ചെയ്യുകയാണ് ജോൺസിന ചെയ്തിട്ടുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിൻ്റെ ഫോട്ടോയോ മറ്റ് ഡീറ്റെയിൽസോ ഒന്നും പുറത്തേക്ക് വിട്ടിട്ടില്ല. അത് വരുന്ന ദിവസങ്ങളിൽ ഇതിൻ്റെ എന്നാണ് ഈ ഒരു ഷോ ആരംഭം കുറിക്കുന്നത്, എവിടെ വെച്ചിട്ടാണ്, എങ്ങനെയാണെന്നൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലായിരിക്കും അവർ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അനൗൺസ്മെൻറ്റും ജോൺസണയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചു. ഇതാണ് ബാക്ക്ലാഷ് 2026 സംബന്ധിച്ച് നമുക്ക് ഒറ്റയടിക്ക് പറയാനുള്ളത്. ഇനി മറ്റ് ഡീറ്റെയിൽസ്, ബാക്ക് സ്റ്റേജ് ന്യൂസൊക്കെ ഇനി വരുന്ന വീഡിയോയിൽ ഉടനെ പങ്കുവെക്കുന്നതാണ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.